വെള്ളക്കരം അടച്ചതിനെ തുടർന്ന് 3 പഞ്ചായത്തുകളിലേക്കുള്ള കുടിവെള്ള വിതരണം ജലസേചന വകുപ്പ് പുനഃസ്ഥാപിച്ചു. അന്നമനട, കുഴൂർ, പൊയ്യ പഞ്ചായത്തുകളിലേക്കുള്ള കുടിവെള്ള വിതരണമാണ് പുനഃസ്ഥാപിച്ചത്. നാലമ്പല തീർത്ഥാടനത്തിനായി ക്ഷേത്രങ്ങൾ ഒരുങ്ങി. നാലമ്പലങ്ങളിലേക്ക് കുറഞ്ഞ നിരക്കിൽ KSRTC സ്പെഷ്യൽ സർവീസുകൾ നടത്തുമെന്ന് CC മുകുന്ദൻ MLA. ഇരിങ്ങാലക്കുട ഠാണ ചന്തക്കുന്ന് ജംഗ്ഷൻ വികസനം പദ്ധതിയുടെ ഭാഗമായി ഏറ്റെടുത്ത സ്ഥലത്തെ കെട്ടിടങ്ങളും നിർമ്മാണങ്ങളും തിങ്കളാഴ്ച മുതൽ പൊളിച്ചുമാറ്റുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. തോന്നൂർക്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ആംബുലൻസ് സാമൂഹ്യവിരുദ്ധർ കേടുവരുത്തി. ആംബുലൻസിന്റെ സെൻസർ വയറുകൾ വലിച്ചു പൊട്ടിച്ച നിലയിൽ കണ്ടെത്തി. തളിക്കുളത്ത് മയക്കുമരുന്നും കഞ്ചാവുമായി കുപ്രസിദ്ധ ഗുണ്ടയെ ലഹരിവിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു. മാള സ്വദേശി വിശാലാണ് പിടിയിലായത്. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ സംഘർഷം. മൂർച്ചയുള്ള ആയുധം കൊണ്ടുള്ള ആക്രമണത്തിൽ വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു. സംഭവവുമായി ബന്ധപ്പെട്ട് 9 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു. വാർത്തകൾ വിശദമായി. ജലസേചന വകുപ്പ് കുടിവെള്ള വിതരണം വിച്ഛേദിച്ച് 3 പഞ്ചായത്തുകൾ വെള്ളക്കരം അടച്ച് കുടിവെള്ള വിതരണം പുനഃസ്ഥാപിച്ചു. മെയ് മാസത്തിലെ നിരക്കിന്റെ പകുതി പോലും അടയ്ക്കാത്തതിന്റെ പേരിലാണ് അന്നമനട, കുഴൂർ, പൊയ്യ, മാള പഞ്ചായത്തുകളിലെ ജലനിധി പദ്ധതിയിലേക്കുള്ള കുടിവെള്ള വിതരണം ജലസേചന വകുപ്പ് കഴിഞ്ഞ ദിവസം നിർത്തിവച്ചത്. അന്നമനട, കുഴൂർ, പൊയ്യ പഞ്ചായത്തുകളാണ് കുടിശ്ശിക അടച്ച് കുടിവെള്ള വിതരണം പുനഃസ്ഥാപിച്ചത്. എന്നാൽ ഏറ്റവും കൂടുതൽ കുടിശ്ശികയുള്ള മാള പഞ്ചായത്ത് യാതൊന്നും ചെയ്തിട്ടില്ല. മെയ് മാസത്തിൽ മാത്രം മാള പഞ്ചായത്ത് 5,80,143 രൂപയാണ് അടയ്ക്കാനുള്ളതെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KV ബാബു അറിയിച്ചു. മാള പഞ്ചായത്തിന്റെ ജൂൺ 30 വരെയുള്ള കുടിശ്ശിക 5.5 കോടിയോളം രൂപയാണ്. കർക്കിടക മാസത്തിലെ നാലമ്പല തീർത്ഥാടനത്തിനായി ക്ഷേത്രങ്ങളൊരുങ്ങി. ചൊവ്വാഴ്ച നാലമ്പല തീർത്ഥാടനത്തിന് തുടക്കമാകും. കർക്കിടക മാസത്തിൽ ദശരഥപുത്രന്മാരായ ശ്രീരാമ, ഭരത, ലക്ഷ്മണ, ശത്രുഘ്ന ക്ഷേത്രങ്ങളിൽ ഒരേ ദിവസം ദർശനം നടത്തുന്നത് പുണ്യമായാണ് ഭക്തർ വിശ്വസിക്കുന്നത്. തൃപ്രയാർ ക്ഷേത്രത്തിൽ നിന്നാണ് നാലമ്പല തീർത്ഥാടനത്തിന് തുടക്കമാകുക. തുടർന്ന് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രം, മൂഴിക്കുളം ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം, പായമ്മൽ ശത്രുഘ്ന ക്ഷേത്രം എന്നിവിടങ്ങളിൽ ദർശനം നടത്തി തൃപ്രയാറിൽ തന്നെ അവസാനിക്കുന്നതാണ് നാലമ്പല തീർത്ഥാടനം. ഭക്തർക്കായി വിപുലമായ സൗകര്യങ്ങളാണ് ഇത്തവണ ക്ഷേത്രങ്ങളിൽ ഒരുക്കുന്നത്. ഈ വർഷത്തെ കർക്കിടക മാസത്തോടനുബന്ധിച്ചുള്ള നാലമ്പല തീർത്ഥാടനത്തിന് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിവരുന്നത്. ഏകദേശം ഒരു 4000-ഓളം പേർക്ക് മഴ നനയാതെ നിൽക്കുന്നതിനുള്ള സൗകര്യങ്ങൾ പന്തലിട്ടിട്ടുകൊണ്ട് സൗകര്യങ്ങൾ ക്ഷേത്രത്തിനകത്തും പുറത്തുമായി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. കൂടാതെ ഭക്തജനങ്ങൾക്ക് ആരോഗ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ആരോഗ്യത്തിന്റെ നിരീക്ഷണമുണ്ട്. അവരുടെ ഒരു ഡോക്ടർ, നഴ്സ്, അവരുടെ സേവനവും നമുക്ക് ലഭ്യമാണ് ക്ഷേത്രത്തിനകത്ത്. കൂടാതെ ആംബുലൻസ് സർവീസ് ഇതെല്ലാം നമ്മൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. വരുന്ന ഭക്തജനങ്ങൾക്ക് സുഗമമായി ദർശനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പോലീസ് അടക്കം ക്യൂ സിസ്റ്റം വളരെ നല്ല രീതിയിലാണ് ഇപ്രാവശ്യം നടപ്പിലാക്കിയിട്ടുള്ളത്. തൃപ്രയാർ ക്ഷേത്രത്തിൽ ഭക്തർക്ക് മഴ നനയാതെ നിൽക്കാൻ പന്തലുകളും ശുദ്ധജലം, കാപ്പി, പാർക്കിംഗ് സൗകര്യങ്ങളും സജ്ജമാക്കുന്നുണ്ട്. ഒരേ സമയം 4000 പേർക്ക് മഴ കൊള്ളാതെ നിൽക്കാവുന്ന പന്തലാണ് ഇത്തവണ നിർമ്മിച്ചിട്ടുള്ളത്. കൂടുതൽ CCTV ക്യാമറകളും സജ്ജമാക്കുന്നുണ്ട്. പോലീസ്, സന്നദ്ധ പ്രവർത്തകർ, ദേവസ്വം ക്ഷേത്രം ജീവനക്കാർ, ആരോഗ്യ പ്രവർത്തകർ, ആംബുലൻസ് സൗകര്യം എന്നിവയും ക്ഷേത്രത്തിൽ ഉണ്ടാകുമെന്ന് ദേവസ്വം മാനേജർ AP സുരേഷ് കുമാർ പറഞ്ഞു. അവിൽ, മീനൂട്ട്, വെടിവഴിപാട്, തട്ടനിവേദ്യം, അമ്പുമില്ലും സമർപ്പണം, ശ്രീലകത്ത് സമ്പൂർണ്ണ നെയ്വിളക്ക്, നെയ്ക്കിണ്ടി, നിർമാല, ചുറ്റുവിളക്ക്, സ്പെഷ്യൽ പായസം എന്നിവയാണ് തൃപ്രയാർ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ. TC വിനോസ്, കയ്പമംഗലം. നാലമ്പല തീർത്ഥാടനത്തിന് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം ഒരുങ്ങി. ക്ഷേത്രത്തിലെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി MLA CC മുകുന്ദൻ ശ്രീരാമസ്വാമി ക്ഷേത്രം സന്ദർശിച്ചു. നാലമ്പല ദർശനത്തിനായി വിവിധ സർക്കാർ വകുപ്പുകളെ ഏകോപിപ്പിച്ച് യോഗങ്ങൾ ചേർന്ന് ഭക്തജനങ്ങൾക്കായുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ നിർദ്ദേശം നൽകിയതായും MLA പറഞ്ഞു. നാലമ്പല ദർശനം നടക്കുന്ന 31 ദിവസ കാലയളവിൽ തൃപ്രയാറിൽ നിന്നും തുടങ്ങി കൂടൽമാണിക്യം ക്ഷേത്രം, മൂഴിക്കുളം ക്ഷേത്രം, പായമ്മൽ ക്ഷേത്രം എന്നിവിടങ്ങളിലേക്ക് കുറഞ്ഞ നിരക്കിൽ സ്പെഷ്യൽ KSRTC ബസ് സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്ന് MLA വ്യക്തമാക്കി. നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ, തൃപ്രയാർ ദേവസ്വം മാനേജർ സുരേഷ് കുമാർ, KSRTC ടൂറിസം കോർഡിനേറ്റർ ഡൊമിനിക് പെരേര, ക്ഷേത്രസമിതി അംഗം പുഷ്കരൻ എന്നിവരും MLAയോടൊപ്പമുണ്ടായിരുന്നു.
ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് ആവശ്യമായ എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടിക്രമങ്ങളും ഇവിടുത്തെ ദേവസ്വം ബോർഡുമായി ആലോചിച്ച് അവരുടെ പ്രതിനിധികൾ സമിതികൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊന്ന് പരിശോധിക്കാനും നമ്മുടെ ഭക്തജനങ്ങൾക്ക് ആവശ്യമായ രീതിയിലുള്ള എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കാനാണ് നമ്മുടെ സർക്കാരിൻ്റെ നിർദ്ദേശം. ആ നിർദ്ദേശം പൂർണ്ണമായി ഇവിടെ നടപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങളെല്ലാവരും നമ്മുടെ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ ഇവിടുത്തെ സമിതിയുടെ അംഗങ്ങൾക്ക് എത്തിച്ചേർന്നത്, പ്രസിഡന്റടക്കം എത്തിച്ചത് അതാണ്. എന്തായാലും ഇവിടുത്തെ ഒരു പ്രതിനിധി എന്ന നിലയിൽ എല്ലാവിധ ആശംസകളും എല്ലാവരും ഒരുമിച്ച് നിന്ന് നമ്മുടെ ഈ പരിപാടി നാലമ്പല ദർശനം ഭംഗിയാക്കുവാൻ കഴിയട്ടെ എന്ന് മാത്രം എത്തിച്ചോട് നിർത്തുന്നു. ഇരിങ്ങാലക്കുട ഠാണ ചന്തക്കുന്ന് ജംഗ്ഷൻ വികസന പദ്ധതിയുടെ ഭാഗമായി ഏറ്റെടുത്ത സ്ഥലത്തെ കെട്ടിടങ്ങളും നിർമ്മാണങ്ങളും തിങ്കളാഴ്ച പൊളിച്ചുമാറ്റുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. ഇരിങ്ങാലക്കുടയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി ആർ ബിന്ദു. പദ്ധതിയുടെ ഭാഗമായി ഭൂമിയും കെട്ടിടങ്ങളും സ്ഥാപനങ്ങളും ജീവനോപാധിയും നഷ്ടപ്പെടുന്നവർക്കുള്ള പുനരധിവാസ പാക്കേജുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും പൂർണ്ണമായും പൂർത്തീകരിച്ച സാഹചര്യത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. 40.76 കോടി രൂപയാണ് 133 പേർക്കായി വിതരണം ചെയ്തത്. സംസ്ഥാന പാതയിലെയും ഇരിങ്ങാലക്കുട നഗരത്തിലെയും യാത്രാക്ലേശം അവസാനിപ്പിക്കാനുള്ള സ്വപ്ന പദ്ധതിയുടെ സാക്ഷാത്കാരത്തിലേക്ക് മറ്റൊരു കാൽവെപ്പ് കൂടിയാവുകയാണ് പൊളിച്ചുമാറ്റൽ നടപടിയെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. ജംഗ്ഷൻ വികസനത്തിന്റെ ഭാഗമായിട്ട് നിർമ്മാണ പ്രക്രിയയിലേക്ക് കടക്കുകയാണ്. പൊളിക്കലാണ് അതിന്റെ ഭാഗമായിട്ട് ആദ്യം ചെയ്യാനുള്ളത്. കെട്ടിടവും സ്ഥലവും ജീവനോപാധിയും നഷ്ടപ്പെടുന്നവർക്കുള്ള നഷ്ടപരിഹാര തുക അതിന്റെ പാക്കേജ് എല്ലാം നേരത്തെ പ്രഖ്യാപിച്ച് പരാതിക്കാരെ കേട്ട് വളരെ സങ്കീർണമായ ഒട്ടനവധി നടപടിക്രമങ്ങളിലൂടെ കടന്ന് ഇപ്പോൾ 133 പേർക്കാണ് പുനരധിവാസത്തിന്റെ ഭാഗമായിട്ട് പണം നൽകിയിട്ടുള്ളത്. മുകുന്ദപുരം താലൂക്കിലെ ഇരിങ്ങാലക്കുട, മനവലശ്ശേരി വില്ലേജുകളിൽ ഉൾപ്പെട്ട 0.5512 ഹെക്ടർ ഭൂമിയാണ് ടാണ ചന്തക്കുന്ന് ജംഗ്ഷൻ വികസനത്തിനായി പൊന്നും വില നൽകി ഏറ്റെടുത്തത്. പദ്ധതി പൂർത്തിയാകുന്നതോടെ ചന്തക്കുന്ന് മുതൽ പൂതംകുളം വരെയുള്ള റോഡ് 17 മീറ്ററായി വികസിക്കുമെന്നും മന്ത്രി അറിയിച്ചു. അതേസമയം വ്യാപാരികൾക്ക് കടമുറികൾ സ്വയം പൊളിച്ചുമാറ്റാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി മന്ത്രിക്ക് നിവേദനം നൽകി. നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ അടക്കമുള്ളവരുമായി ചർച്ച ചെയ്ത് ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കുമെന്ന് മന്ത്രി അറിയിച്ചു. TC വിനോസ്, ഇരിങ്ങാലക്കുട. ചേലക്കര തോന്നൂർക്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ആംബുലൻസ് സാമൂഹ്യവിരുദ്ധർ കേടുപാടുകൾ വരുത്തിയതായി പരാതി. വാഹനത്തിന്റെ സെൻസർ സംബന്ധമായ വയറുകൾ വലിച്ചു പൊട്ടിച്ച നിലയിലും ആംബുലൻസിന്റെ മുൻഭാഗങ്ങളിൽ ചെളി വാരിത്തേക്കുകയും സ്ക്രാച്ച് വരുത്തിയ നിലയിലുമാണുള്ളത്. രാത്രിയിൽ സ്ഥിരമായി ആംബുലൻസ് ആശുപത്രിയിൽ നിർത്തിപ്പോവുകയാണ് ഡ്രൈവർ ചെയ്യുന്നത്. രാവിലെ ആശുപത്രിയിലെത്തി നോക്കിയപ്പോഴാണ് ആംബുലൻസിൽ കേടുപാടുകൾ വരുത്തിയതായി ഡ്രൈവറുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ചേലക്കര പോലീസിൽ പരാതി നൽകി. ഞാൻ ഈ തോന്നൂർക്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പഞ്ചായത്തിന്റെ ആംബുലൻസ് ഡ്രൈവറാണ്. നമ്മുടെ വാഹനം ഇന്നലെ കാലത്ത് വന്ന് നോക്കുമ്പോൾ അതിന്റെ സെൻസർ സംബന്ധമായിട്ടുള്ള വയറുകളാണ് തോന്നുന്നു. അതെല്ലാം പറച്ച് വലിച്ചിട്ടിരിക്കുന്ന കാണാൻ പറ്റി. അപ്പൊ ആ വാഹനത്തിന്റെ മുകളിലൊക്കെ എന്തോ വെച്ച് വരച്ചിട്ട് സ്ക്രാച്ച് ആക്കിയിട്ടുണ്ട്, ചളി വാരി തേച്ചിട്ടുണ്ട്. പിന്നെ പോലീസിലും പഞ്ചായത്തിലും ഇവിടുത്തെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലെല്ലാം നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും സാമൂഹ്യ വിരുദ്ധർ ചെയ്തായിരിക്കും തോന്നുന്നു. തളിക്കുളം ഹൈസ്കൂൾ പരിസരത്ത് നിന്ന് MDMAയും കഞ്ചാവും ഹാഷിഷ് ഓയിലുമായി കുപ്രസിദ്ധ ഗുണ്ട പോലീസ് പിടിയിലായി. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതി മാള സ്വദേശി വിശാലിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ ഡാൻസ് ഓഫ് ടീമും വാടാനപ്പള്ളി പോലീസും ചേർന്ന് പിടികൂടിയത്. 75 ഗ്രാം MDMA, 3.5 കിലോഗ്രാം കഞ്ചാവും 3 ഗ്രാം ഹാഷിഷ് ഓയിലും പ്രതിയിൽ നിന്ന് പിടിച്ചെടുത്തു. തീരദേശ മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് വിൽപ്പന നടത്തുന്ന മൊത്തക്കച്ചവടക്കാർക്ക് ലഹരിമരുന്നുകൾ കൈമാറുന്നതിനായി കാത്തുനിൽക്കുന്ന സമയത്താണ് പ്രതി പോലീസിന്റെ പിടിയിലായത്. വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ 7 കിലോ ഹാഷിഷ് ഓയിൽ പിടികൂടിയ കേസിൽ മുഖ്യപ്രതിയായ ഇയാൾ ഒളിവിൽ കഴിഞ്ഞുവരികയായിരുന്നു. കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി സന്തോഷ് കുമാർ, വാടാനപ്പള്ളി ഇൻസ്പെക്ടർ ബിനു, SI-മാരായ ശ്രീലക്ഷ്മി, മുഹമ്മദ് റാഫി, തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് SI-മാരായ CR പ്രദീപ്, P ജയകൃഷ്ണൻ, TR ഷൈൻ തുടങ്ങിയവർ പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ സംഘർഷം. 9 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു. കോളേജിലെ ഹോസ്റ്റലിൽ താമസിക്കുന്ന വിദ്യാർത്ഥികളും മറ്റ് വിദ്യാർത്ഥികളുമായാണ് സംഘർഷം നടന്നത്. കഴിഞ്ഞ ദിവസം ഇരു കൂട്ടരും തമ്മിൽ തുറിച്ചുനോക്കിയെന്ന് പറഞ്ഞ് നേരിയ തോതിൽ സംഘർഷം നടന്നിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് വെള്ളിയാഴ്ച കോളേജിലെ ഗാർഡൻ ഏരിയയിലും പിന്നീട് കോളേജിന് മുന്നിലായി റോഡിലുമായി ചേരിതിരിഞ്ഞ് സംഘർഷം നടന്നത്.
മൂർച്ചയുള്ള ആയുധം കൊണ്ടുള്ള ആക്രമണത്തിൽ 3ാം വർഷ വിദ്യാർത്ഥിയായ മലപ്പുറം സ്വദേശിയായ സിനാന് കൈക്ക് പരിക്കേറ്റു. സംഭവത്തിൽ കോളേജ് അധികൃതർ CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ 9 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു. ഇരിങ്ങാലക്കുട പോലീസിൽ പരാതി നൽകി. റോഡിൽ നടന്ന സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിൽ സനീഷ് കുമാർ ജോസഫ് MLA ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വിതരണം ചെയ്തു. കേരളത്തിലെ മാതൃകാ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടിയെന്ന് ഗവർണർ അനുസ്മരിച്ചു. ലാളിത്യ ജീവിതവും വിദ്യാഭ്യാസ മേഖലയോടുള്ള ഉമ്മൻചാണ്ടിയുടെ ആത്മാർത്ഥതയും ജനങ്ങൾ തിരിച്ചറിഞ്ഞതാണെന്നും ഗവർണർ പറഞ്ഞു. ചാലക്കുടി സേക്രഡ് ഹാർട്ട് കോളേജിൽ നടന്ന ചടങ്ങിൽ സനീഷ് കുമാർ ജോസഫ് MLA പ്രഭാഷണം നടത്തി. ചാലക്കുടി MP ബെന്നി ബെഹന്നാൻ, ചാണ്ടി ഉമ്മൻ MLA, ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ, ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരുമഠത്തിൽ എന്നിവർ സംസാരിച്ചു. കേരള കലാമണ്ഡലത്തിലെ ഹോസ്റ്റൽ വിദ്യാർത്ഥികൾക്ക് ഇനി മാംസാഹാര ഭക്ഷണവും വിളമ്പും. ആഴ്ചയിൽ 2 ദിവസമാണ് ഭക്ഷണത്തിൽ ചിക്കൻ ബിരിയാണി കൂടി ഉൾപ്പെടുത്തിയത്. വിദ്യാർത്ഥി യൂണിയന്റെ നിരന്തരമായ ആവശ്യപ്രകാരമാണ് ഭക്ഷണക്രമത്തിൽ മാറ്റം വരുത്തിയതെന്ന് കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ P. രാജേഷ് കുമാർ പറഞ്ഞു. കൊടകര പൂനിലാർക്കാവ് ദേവീക്ഷേത്രത്തിൽ നിന്ന് സ്വർണ്ണക്കോലം കവർന്ന കേസിൽ മുഖ്യപ്രതി അസം സ്വദേശി ദിലീപ് ബിശ്വാസിനെ കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തു. തൃശൂരിലെത്തിച്ച പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്തു. മെയ് 23-നാണ് ക്ഷേത്രത്തിൽ നിന്ന് സ്വർണ്ണക്കോലം മോഷണം പോയത്. 5 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കിയിരുന്നു. കേസിൽ മറ്റ് 2 പേരെ കൂടി പിടികൂടാനുണ്ടെന്ന് പോലീസ് പറഞ്ഞു. കരുവന്നൂർ പുഴയിൽ ചാടി കാണാതായ യുവാവിന് വേണ്ടിയുള്ള തിരച്ചിൽ നിർത്തിവെച്ചു. ഇരിങ്ങാലക്കുട ഫയർഫോഴ്സും തൃശൂർ പുതുക്കാട് എന്നിവിടങ്ങളിൽ നിന്നെത്തിയ സ്കൂബ ടീമും 5 കിലോമീറ്ററോളം പുഴയിൽ തിരച്ചിൽ നടത്തിയിട്ടും യുവാവിനെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ബുധനാഴ്ച രാത്രിയാണ് ഇരിങ്ങാലക്കുട കുരുമ്പിശ്ശേരി സ്വദേശി ഹരികൃഷ്ണൻ പുഴയിൽ ചാടിയത്. കനത്ത മഴയിൽ പുഴ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്നതിനാൽ നല്ല അടിയൊഴുക്കുമുണ്ട്. വടക്കാഞ്ചേരി വാഴക്കൂട് ഓടിക്കൊണ്ടിരുന്ന ടോറസ് ലോറിക്ക് തീപിടിച്ചു. വെള്ളിയാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. ലോറിയുടെ ക്യാബിനിൽ തീ കണ്ടയുടനെ ഡ്രൈവർമാർ വാഹനത്തിൽ നിന്നും ഇറങ്ങി. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണം. കുളപ്പുള്ളിയിൽ നിന്ന് തൃശൂരിലേക്ക് പോയിരുന്ന ടോറസ് ലോറിക്കാണ് തീപിടിച്ചത്. വടക്കാഞ്ചേരി ഫയർ സ്റ്റേഷൻ ഓഫീസർ TK നിധീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി തീയണച്ചു. വരന്തരപ്പിള്ളി പള്ളിക്കുന്ന് റോഡിൽ ജലവിതരണ പൈപ്പ് പൊട്ടി റോഡിൽ വലിയ ഗർത്തം രൂപപ്പെട്ടു. റോഡിന്റെ ശോച്യാവസ്ഥയ്ക്ക് പുറമെ വലിയ ഗർത്തവും ഉണ്ടായത് ഇതുവഴിയുള്ള യാത്രക്കാരെ ദുരിതത്തിലാക്കി. തോട്ടുമുഖം പമ്പ് ഹൌസിൽ നിന്ന് വെള്ളം വിതരണം ചെയ്യുന്ന പ്രധാന പൈപ്പാണ് പൊട്ടിയിരിക്കുന്നത്. ആഴത്തിൽ റോഡ് ഇടിഞ്ഞ നിലയിലാണ്. അപകട സാഹചര്യം കണക്കിലെടുത്ത് നാട്ടുകാർ ഓലയും പ്ലാസ്റ്റിക് കവറുകളും തുണിയും ഉപയോഗിച്ച് അപകട മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികൾ അടക്കമുള്ള യാത്രക്കാരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി റോഡിന്റെ ശോച്യാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിൽ പൈപ്പ് പൊട്ടി ഗർത്തം രൂപപ്പെടുകയും ചെയ്തതോടെ അപകട സാധ്യതയേറുകയാണ്. മാസങ്ങളായി തകർന്നു കിടക്കുന്ന റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. കണ്ടശ്ശാം കടവ് പാലത്തിനോട് ചേർന്ന് റോഡിന്റെ ഇരുവശങ്ങളിലുമായി നിൽക്കുന്ന വൻ മരങ്ങൾ അപകട ഭീഷണിയാകുന്നു. മാസങ്ങൾക്ക് മുൻപ് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ മരങ്ങളുടെ ഉണങ്ങിയ ചില്ലകൾ മുറിച്ചു മാറ്റിയെങ്കിലും വലിയ കൊമ്പുകൾ വീണ്ടും ഉണങ്ങിത്തുടങ്ങിയതാണ് ഭീഷണിയാകുന്നത്. അപകടങ്ങൾ സംഭവിക്കുന്നതിന് മുൻപ് ഇവ മുറിച്ചുമാറ്റി യാത്രക്കാരുടെ ആശങ്ക അകറ്റണമെന്ന് മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികളായ വർഗീസ് P. ചാക്കോ, ജോയ്മോൻ പള്ളിക്കുന്നത്ത്, TD ജോവി, പ്രവീൺജിത്ത്, EJ ജെയ്സൺ, TJ മെജോ എന്നിവർ ആവശ്യപ്പെട്ടു. ഏകദേശം 50 വർഷങ്ങൾക്ക് മുമ്പ് പഴക്കമുള്ള മരങ്ങളാണ് ഇവിടെ നിൽക്കുന്നത്. ഈ മരങ്ങൾ മുറിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ടായില്ല. പക്ഷേ അപകടമാണ് ഇവിടെ വരാൻ പോകുന്നത്. അപകടം വന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് ഞങ്ങൾ ഇടപെടാൻ കാരണം ഉണ്ടായിട്ടുള്ളത്. ഇന്ന് കണ്ടശാല പാലത്തിൻ്റെ വടക്ക് തെക്ക് ഭാഗത്തുള്ള 2 മരങ്ങൾ അടി ഏകദേശം കല്ലൊക്കെ ഇളകി വീഴാറായി കഴിഞ്ഞു. ഏകദേശം എല്ലാ 2 സൈഡിലേക്കും ഒരു 2 മീറ്റർ ചെരിഞ്ഞ് കാണുകയാണ്. അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്തുള്ള ആ പീടികയുടെ മുമ്പിൽ മരങ്ങൾ പീടികം തൊട്ട് നിൽക്കുന്നത്. ഇതൊക്കെ നമ്മൾ പലവട്ടം അപേക്ഷ കൊടുത്തിരുന്നു.
കിഫ്ബി ഫണ്ടിൽ നിന്നും 59.2 കോടി രൂപ ഉപയോഗിച്ച് നവീകരിക്കുന്ന പുതുക്കാട് മുപ്ലിയം ഇഞ്ചക്കുണ്ട് കോടാലി റോഡിലെ നിർമ്മാണ തടസ്സങ്ങൾ മാറ്റുന്നതിന്റെ ഭാഗമായി കെ രാമചന്ദ്രൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KM ബാബുരാജ്, അജിത സുധാകരൻ, അശ്വതി വിബി തുടങ്ങിയവർ പങ്കെടുത്തു. പുതുക്കിയ കിഫ്ബി മാനദണ്ഡങ്ങൾക്കനുസരിച്ച് സ്ഥലം ലഭ്യമാക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കും. ഇതിനായി പുതുക്കാട്, വരന്തരപ്പിള്ളി, മറ്റത്തൂർ പഞ്ചായത്ത് തല കമ്മിറ്റി രൂപീകരിച്ച് ആവശ്യമായ പ്രവർത്തനം സംഘടിപ്പിക്കുന്നതിനും യോഗത്തിൽ തീരുമാനമായി. റോഡ് നവീകരണത്തിനാവശ്യമായ ഭൂമി ലഭ്യമാക്കി നിർമ്മാണ നടപടികൾ എത്രയും വേഗം ആരംഭിക്കുന്നതിനാണ് ശ്രമിക്കുന്നതെന്ന് കെ രാമചന്ദ്രൻ MLA പറഞ്ഞു. മഴ ശക്തമായതോടെ പുതുക്കാട് ചെങ്ങാലൂർ മങ്ങാട്ടുപാടത്തെ ജലസേചനം നിയന്ത്രിക്കുന്ന കാനത്തോട് സ്ലൂയിസ് തകർന്നു. കുറുമാലിപ്പുഴയിലെ ഉറാംകുളം പദ്ധതിയിൽ നിന്നുള്ള പമ്പിങ്ങും മങ്ങാട്ടുപാടത്തെ മുണ്ടകൻ കൃഷിയും പ്രതിസന്ധിയിലായി. മങ്ങാട്ടുപാടത്തു നിന്ന് കുറുമാലിപ്പുഴയിലേക്കുള്ള കാനത്തോട്ടിലെ സ്ലൂയിസാണ് ശക്തമായ ഒഴുക്കിൽ തകർന്നത്. സ്ലൂയിസിന്റെ ഒരു വശം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. ഊറാംകുളം അഡീഷണൽ പദ്ധതിയുടെ പമ്പ് ഹൌസ് കെട്ടിടവും ശോച്യാവസ്ഥയിലാണ്. സ്ലൂയിസിന്റെ കോൺക്രീറ്റ് തൂണുകൾ തകർന്ന് ഇരുഭാഗത്തെയും കനാൽ കെട്ടിന്റെ മണ്ണൊഴുകിപ്പോയി അപകടാവസ്ഥയിലാണ്. സ്ലൂയിസിൽ ഇറങ്ങി തകര ഷീറ്റുകളിട്ട് വെള്ളം തടഞ്ഞാണ് കർഷകർ കൃഷിക്ക് സാഹചര്യമൊരുക്കുന്നത്. ഊറാംകുളം പദ്ധതിയിൽ നിന്നുള്ള പമ്പിങ്ങും ഇതുപോലെയാണ് നടക്കുന്നത്. വർഷങ്ങളായി ഈ സാഹസിക പ്രവൃത്തി ചെയ്താണ് കർഷകർ മങ്ങാട്ടുപാടത്ത് കൃഷി ചെയ്യുന്നത്. ഓഗസ്റ്റ് മാസത്തിൽ ഉണ്ടായേക്കാവുന്ന കനത്ത മഴയെക്കുറിച്ചുള്ള മുന്നറിയിപ്പും കർഷകരെ ആശങ്കയിലാക്കുന്നുണ്ട്. ചെങ്ങാലൂർ പ്രദേശത്തിന്റെ കുടിവെള്ള സ്രോതസ്സാണ് മങ്ങാട്ടുപാടം. സ്ലൂയിസ് കാലങ്ങളായി ശോച്യാവസ്ഥയിലായിട്ടും നടപടിയെടുക്കാത്തത് മൈനർ ഇറിഗേഷൻ വിഭാഗത്തിന്റെ ഗുരുതരമായ അനാസ്ഥയാണെന്നാണ് കർഷകരുടെ ആരോപണം. ഈ സ്ലൂയിസില് കൃഷിക്കാര് കാർഷികാവശ്യത്തിന് വേണ്ടിയിട്ട് ഇപ്പോഴും വന്നിട്ട് ഈ എങ്ങനെയാണ് ഈ സ്ലൂയിസിന്റെ മേലെ നിന്ന് പണിയെടുക്കുന്നത്? ആത്മഹത്യാപരമായിട്ടാണ് ആ ഒരു പ്രവർത്തനം ഇവര് കൃഷിക്ക് വേണ്ടിയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്ലൂയിസിന്റെ ഇരു കരയൊന്ന് നോക്കി നോക്കാം. ഈ കര ഇടിയുന്ന പ്രശ്നമാണ്. ഇരു കരയിലെ കോൺക്രീറ്റ് വാൾ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു. കനാലിന്റെ അടിത്തറ ഇളകിയിരിക്കുന്നു. ഈ പ്രശ്നത്തിൽ ഒന്ന് വന്നു നോക്കാനോ ഈ പ്രശ്നം പരിഹരിച്ചെടുക്കാനോ എത്രയോ കാലമായി അഭ്യർത്ഥനയാ. സ്ലൂയിസ് പുതുക്കി പണിയുന്നതിന് 3 വർഷം മുൻപ് തീരുമാനിച്ചതാണെങ്കിലും ഇതുവരെ യാതൊരു തുടർ നടപടിയും ഉണ്ടായിട്ടില്ല. മങ്ങാട്ടുപാടത്തെ കർഷകരോടുള്ള അവഗണനയും കാനത്തോട് സ്ലൂയിസിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കാത്തതും കൃഷി, ജലസേചനം, കുടിവെള്ളം തുടങ്ങി അടിസ്ഥാന മേഖലയോടുള്ള അനീതിയാണെന്ന് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ചെങ്ങാലൂർ കർഷക കൂട്ടായ്മ ആരോപിച്ചു. TCV ന്യൂസ്, പുതുക്കാട്. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് വരി നിൽക്കുന്നവർക്ക് പ്രാവുകളുടെ ശല്യത്തിൽ നിന്ന് രക്ഷ നേടാൻ തെക്കേ നടപ്പുരയിൽ വല വിരിച്ചു. നടപ്പുരയുടെ ഷീറ്റിനടിയിലാണ് വല വിരിച്ചത്. നടപ്പുരയുടെ കമ്പിയുടെ മുകളിൽ പ്രാവുകൾ വന്നിരുന്ന് കാഷ്ടിക്കുന്നത് വരി നിൽക്കുന്ന ഭക്തരുടെ ദേഹത്തേക്കാണ് വീണിരുന്നത്. ഇത് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് നൈലോൺ വല വിരിച്ചത്. കൊടകര പുത്തൂക്കാവ് ദേവീക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. ചടങ്ങുകൾക്ക് തന്ത്രിമാരായ അഴകത്ത് ത്രിവിക്രമൻ നമ്പൂതിരി, ഹരീഷ് നമ്പൂതിരി, മേൽശാന്തി ഹരികൃഷ്ണൻ എമ്പ്രാന്തിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. എഴുന്നള്ളിപ്പിന് പാർമേക്കാവ് കാശിനാഥൻ ഭഗവതിയുടെ തിടമ്പേറ്റി. മേളത്തിന് കൊടകര ഉണ്ണിയും പഞ്ചവാദ്യത്തിന് പെരുവനം കൃഷ്ണകുമാറും നേതൃത്വം നൽകി. തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാന പാതയിൽ അപകടകരമായ രീതിയിലുള്ള വലിയ കുഴിയിൽ കോൺഗ്രസ് മണലൂർ കമ്മിറ്റി പ്രതീകാത്മകമായി മത്സ്യകൃഷി ഇറക്കി പ്രതിഷേധിച്ചു. പ്രതിഷേധ സമരം DCC സെക്രട്ടറി VG അശോകൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MV അരുൺ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാക്കളായ KK പ്രകാശൻ, സോമൻ വടാശ്ശേരി, ജോസഫ് പള്ളിക്കുന്നത്ത്, ഷാലി വർഗീസ്, AO പോൾ എന്നിവർ സംസാരിച്ചു. വരാക്കര പുളിഞ്ചോട് കാർഷിക വിളകൾ നശിപ്പിച്ച കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു.
കവിത കർഷക കൂട്ടായ്മയിലെ അംഗീകൃത ഷൂട്ടറായ അലക്സ് ഇ പാലക്കിലാണ് പന്നിയെ വെടിവെച്ചത്. ജനവാസ മേഖലയിൽ കൃഷി നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ നിയമപരമായി നേരിടാൻ അളഗപ്പ നഗർ പഞ്ചായത്ത് രൂപവൽക്കരിച്ച പ്രത്യേക സംഘത്തിലെ അംഗമാണ് അലക്സ്. കാട്ടുപന്നി ശല്യം പതിവായതോടെ ഷൂട്ടർമാരുടെ സംഘം പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ക്യാമ്പ് ചെയ്തിരുന്നു. പുളിഞ്ചോട് പ്രദേശത്ത് ഇറങ്ങിയ കാട്ടുപന്നിക്ക് ഏകദേശം 85 കിലോഗ്രാം തൂക്കം വരും. അളഗപ്പ നഗർ പഞ്ചായത്ത് അംഗം അശ്വതി പ്രവീൺ, കവിതാ ക്ലബ്ബ് പ്രസിഡന്റ് രാജു കിഴക്കൂടൻ, കർഷക കൂട്ടായ്മ ഭാരവാഹികളായ റപ്പായി പൊന്നാരി, ഇ.കെ. പ്രദീപ് എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു. മേഖലയിൽ പന്നിശല്യം രൂക്ഷമാണെന്നും കൃഷി നശിപ്പിക്കുന്നത് പതിവാണെന്നും നാട്ടുകാർ പറഞ്ഞു. ചാവക്കാട് നഗരസഭയിലെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനുവേണ്ടി നഗരസഭയിൽ ആരംഭിച്ച മോണിറ്ററിംഗ് സെല്ലിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് നിർവഹിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ കെ മുബാറക് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ആരോഗ്യകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ബുഷറ ലത്തീഫ്, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് എ.വി. മുഹമ്മദ് അൻവർ, കൌൺസിലർമാരായ എം.ആർ. രാധാകൃഷ്ണൻ, കെ.വി. സത്താർ തുടങ്ങിയവർ പങ്കെടുത്തു. കൊടുങ്ങല്ലൂരിൽ കോടതി കെട്ടിട നിർമ്മാണത്തിന് നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലം അനുവദിക്കാൻ നഗരസഭാ കൌൺസിൽ യോഗം ഐക്യകണ്ഠേന തീരുമാനിച്ചു. മേത്തലയിൽ പഴയ ശില്പി തിയേറ്റർ സ്ഥിതി ചെയ്തിരുന്ന നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള 69 സെന്റ് സ്ഥലത്തിൽ നിന്നും 50 സെന്റ് സ്ഥലമാണ് വിവിധ കോടതികൾ നിർമ്മിക്കുന്നതിന് അനുവദിക്കുന്നത്. ഈ സ്ഥലത്തിന് പകരമായി ഇപ്പോൾ കോടതിയിൽ പ്രവർത്തിക്കുന്ന നഗരത്തിലെ സിവിൽ സ്റ്റേഷനോട് ചേർന്നുള്ള സ്ഥലം നഗരസഭയ്ക്ക് നൽകണമെന്നും നഗരസഭ നിർദ്ദേശിച്ചിട്ടുണ്ട്. കൊടുങ്ങല്ലൂരിൽ പ്രവർത്തിച്ചുവരുന്ന മജിസ്ട്രേറ്റ് മുൻസിഫ് കോടതികൾ എറിയാട്ടേക്ക് മാറ്റാൻ നീക്കം ആരംഭിച്ച സാഹചര്യത്തിലാണ് നഗരസഭയുടെ തീരുമാനം. ചെയർപേഴ്സൺ ടി.കെ. ഗീത അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ വി.എസ്. ദിനൽ, കെ.ആർ. ജൈത്രൻ, കെ.എസ്. കൈസാബ്, ടി.എസ്. സജീവൻ, വി.എം. ജോണി, പി.എൻ. വിനയചന്ദ്രൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭഗവതി കെട്ട് വഴി ക്ഷേത്രത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള ഭക്തരുടെ പ്രവേശനത്തിന് ഏർപ്പെടുത്തിയ നിയന്ത്രണം തൽക്കാലത്തേക്ക് മാറ്റിവെച്ചു. അവധി ദിനങ്ങളിൽ ഭക്തജനങ്ങൾക്കുണ്ടാകുന്ന അസൌകര്യം ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് നിയന്ത്രണം പിൻവലിച്ചത്. 17-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 7 മുതൽ 19 രാത്രി 7 വരെ ഭഗവതിക്കെട്ട് വഴിയുള്ള ഭക്തരുടെ ക്ഷേത്രപ്രവേശനത്തിന് നിയന്ത്രണമുണ്ടാകും. കിഴക്കേ നടപ്പുര പന്തൽ വിപുലീകരിക്കുന്ന പ്രവൃത്തി നടക്കുന്നതിനാലാണിത്. ശ്രീകോവിൽ നെയ്വിളക്ക് ചീട്ടാക്കുന്നതിനുള്ള പ്രത്യേക കൌണ്ടർ ഈ ദിവസങ്ങളിൽ തെക്കുഭാഗത്തെ വഴിപാട് കൌണ്ടറിന് സമീപവും ക്ഷേത്രത്തിനകത്ത് വടക്ക് ഭാഗത്തും പ്രവർത്തിക്കുന്നതാണെന്ന് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ അറിയിച്ചു. വർഷങ്ങളായി തരിശുകിടന്ന ഭൂമിയിൽ വിത്ത് പന്തെറിഞ്ഞ് വിദ്യാർത്ഥികൾ. സമേതം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി തൃക്കൂർ ഗവൺമെന്റ് സർവോദയ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് വിത്തുപന്തുമായി എത്തിയത്. തൃക്കൂർ സ്വദേശി രാജാറാം സ്വാമിയുടെ പറമ്പിലാണ് വിവിധയിനം വിത്തുകൾ കൊണ്ടുണ്ടാക്കിയ പന്ത് വിദ്യാർത്ഥികൾ എറിഞ്ഞത്. പദ്ധതിയുടെ ചേർപ്പ് ഉപജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ജോസഫ് ടാജറ്റ് നിർവഹിച്ചു. തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം മോഹനൻ തൊഴുക്കാട്ട്, പ്രധാന അധ്യാപിക പി.കെ. മിനി, പി.ടി.എ. പ്രസിഡന്റ് വി.എം. സിനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങൾ താൽക്കാലികമായി സൂക്ഷിക്കാൻ കടവല്ലൂർ വടക്കുമുറിയിൽ സ്ഥാപിച്ചിട്ടുള്ള മിനി MCF കാട് പിടിച്ച നിലയിൽ. മേഖലയിലെ വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യം പ്രധാന ശേഖരണ സ്ഥലത്തേക്ക് മാറ്റും വരെ ചാക്കുകളിൽ നിറച്ച് മിനി MCFിലാണ് സൂക്ഷിക്കുക. മാസം തോറും ഇവ കടവല്ലൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിന് സമീപമുള്ള തരംതിരിക്കൽ സെന്ററിലേക്ക് കൊണ്ടുപോകാറാണ് പതിവ്. എന്നാൽ ഏതാനും മാസങ്ങളായി MCFിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്തിട്ടില്ല. ചുറ്റും ചെടികൾ വളരാൻ തുടങ്ങിയതോടെ പരിസരം കാടുമൂടിയ നിലയിലാണ്. വിഴിഞ്ഞം പദ്ധതി നടപ്പായതിലും ഉമ്മൻചാണ്ടിക്ക് ആദരവ് പ്രകടിപ്പിച്ചും UDF പ്രകടനവും പൊതുയോഗവും നടത്തി. KPCC സെക്രട്ടറി ജോൺ ഡാനിയൽ ഉദ്ഘാടനം ചെയ്തു. UDF ചെയർമാൻ കെ. ഗിരീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. UDF നേതാക്കളായ IP പോൾ, സിജോ കടവിൽ, ബൈജു വർഗീസ്, രവി താണിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന ഗിഫ്റ്റഡ് ചിൽഡ്രൻ പദ്ധതിയുടെ ചാവക്കാട് വിദ്യാഭ്യാസ ഉപജില്ലാതല ഉദ്ഘാടനം കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ നടന്നു. ഗാനരചയിതാവ് BK ഹരിനാരായണൻ ഉദ്ഘാടനം നിർവഹിച്ചു. കുന്നംകുളം നഗരസഭാ കൌൺസിലർ ബിജു C. ബേബി അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ AK അജിതകുമാരി, ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ കോർഡിനേറ്റർ MV പ്രശോഭ്, PTA പ്രസിഡന്റ് VK സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കാരണം ഈ നമ്മുടെ കേരളത്തിൽ
കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചേർപ്പ് ഗവൺമെന്റ് VHSSൽ ഗാന്ധി വിജ്ഞാന സദസ്സ് സംഘടിപ്പിച്ചു. ഗാന്ധി ദർശൻ വേദി ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ VA വർഗീസ് ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം ചെയർമാൻ KB പ്രമോദ് അധ്യക്ഷത വഹിച്ചു. അന്തിക്കാട് ഹൈസ്കൂളിൽ ഇക്കോ ക്ലബിന്റെ നേതൃത്വത്തിൽ വിത്ത് പന്തേറ് നടത്തി. റിട്ടയർഡ് റേഞ്ച് ഓഫീസർ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ബോധവൽക്കരണ ക്ലാസ് നടത്തി. PTA പ്രസിഡന്റ് സജീഷ് മാധവൻ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക ഷില്ലി, PTA വൈസ് പ്രസിഡന്റ് NT ഷജിൽ എന്നിവർ സംസാരിച്ചു. പുതുക്കാട് വൈസ്മൻ ഇന്റർനാഷണലിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങും കുടുംബസംഗമവും ഞായറാഴ്ച സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്യും. ഭാരവാഹികളായ വിജയകുമാർ പുതുക്കാട്ടിൽ, KL സുരേഷ്, മുരളീധരൻ ചേലാട്ട്, വർഗീസ് കോക്കാടൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മണലൂർ സെന്റ് തെരാസസ് UP സ്കൂളിൽ ഹരിതസമേതം പദ്ധതിയുടെ ഭാഗമായി ഹരിത ക്ലബിന്റെ നേതൃത്വത്തിൽ വിത്ത് പന്തേറ് നടന്നു. പ്രധാന അധ്യാപിക സിസ്റ്റർ വിന്നി, PTA പ്രസിഡന്റ് സിജോ മാത്യു, MPTA പ്രസിഡന്റ് KP പ്രവീണ തുടങ്ങിയവർ നേതൃത്വം നൽകി. കാടറിഞ്ഞ് വിത്തെറിഞ്ഞ് പുലിയന്നൂർ ഗവൺമെന്റ് UP സ്കൂളിലെ വിദ്യാർത്ഥികൾ. തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ ഹരിതസമേതം പദ്ധതിയുടെ ഭാഗമായാണ് സ്കൂളിലെ സഞ്ജീവനി ഇക്കോ ക്ലബിലെ വിദ്യാർത്ഥികൾ എരുമപ്പെട്ടി ഫോറസ്റ്റ് സ്റ്റേഷന്റെ സഹകരണത്തോടെ പഴവൂർ ഇടക്കുന്നി വനത്തിലെത്തി വിത്ത് പന്തുകൾ എറിഞ്ഞത്. ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ VJ ഗീവർ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ PB ഹരീഷ്, KB വൈശാഖ, ശ്രീജിഷ എന്നിവർ കുട്ടികൾക്ക് കാടിനെക്കുറിച്ച് ക്ലാസ് എടുത്തു. പ്രധാനാധ്യാപിക NP കുമാരി ദേവി, PTA പ്രസിഡന്റ് ആശാ രാജീവ്, MPTA പ്രസിഡന്റ് ബബിത മനോജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കുന്നംകുളം ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെ സഹകരണത്തോടെ നഗരസഭയിലെ 23-29 വാർഡുകളെ ഉൾപ്പെടുത്തി സൌജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് നഗരസഭാ പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പ്രിയ സജീഷ് ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ കൌൺസിലർ മിഷ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മിഥു K തമ്പി, ഡോക്ടർ ഗ്രേസ് എന്നിവർ നേതൃത്വം നൽകി. തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രം ലോക ജനസംഖ്യാ ദിനാചരണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് മെമ്പർ സന്ധ്യ മനോഹരൻ അധ്യക്ഷയായി. തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ PA സഫീർ ലോക ജനസംഖ്യാ ദിന സന്ദേശം നൽകി. ഹെൽത്ത് ഇൻസ്പെക്ടർ AI മുഹമ്മദ് മുജീബ്, പബ്ലിക് ഹെൽത്ത് നഴ്സ് റീന ക്ലാരിൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ TS സബീന, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാരായ സീനത്ത് BV, KB രമ്യ തുടങ്ങിയവർ സംസാരിച്ചു. കടങ്ങോട് വെള്ളറക്കാട് പള്ളിമേപ്പുറം തിപ്പിലിശ്ശേരി റോഡിന്റെ പുനർനിർമ്മാണം നടത്താത്തതിനെതിരെ പ്രതിഷേധവുമായി BJP. പഞ്ചായത്ത് അധികൃതരും MLA, MP എന്നിവരും റോഡിന്റെ ശോചനീയാവസ്ഥ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന് ആരോപിച്ച് BJP പ്രവർത്തകർ കണ്ണുകെട്ടി പ്രതിഷേധ സമരം നടത്തി. പ്രതിഷേധ സമരം BJP സംസ്ഥാന സമിതി അംഗം E ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് MV ധനീഷ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം വൈസ് പ്രസിഡന്റ് VM സുരേന്ദ്രൻ, യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് അഭിലാഷ് കടങ്ങോട്, SSC മോർച്ച പ്രസിഡന്റ് KV ബാബു, രാജേഷ് ഇയാൽ തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. വടക്കാഞ്ചേരി പരുത്തിപ്രയിൽ സ്വകാര്യ ബസും മിനി ലോറിയും കൂട്ടിയിടിച്ച് അപകടം. ബസ് യാത്രക്കാരിക്ക് അപകടത്തിൽ പരിക്കേറ്റു. ഷൊർണൂർ തൃശൂർ റൂട്ടിൽ ഓടുന്ന MC ബ്രദേഴ്സ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. പെരുമ്പാവൂരിൽ നിന്ന് ഒറ്റപ്പാലത്തേക്ക് പോവുകയായിരുന്ന മിനി ലോറിയിലാണ് ബസ് ഇടിച്ചത്. ഷൊർണൂരിൽ നിന്ന് തൃശൂരിലേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തെ തുടർന്ന് സംസ്ഥാന പാതയിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. പരിക്കേറ്റ യാത്രക്കാരിയെ ഓട്ടുപാറ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6720 രൂപ, പവന് 53760 രൂപ. വെള്ളി ഗ്രാമിന് 99 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3627 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്.
വെള്ളക്കരം അടച്ചതിനെ തുടർന്ന് 3 പഞ്ചായത്തുകളിലേക്കുള്ള കുടിവെള്ള വിതരണം ജലസേചന വകുപ്പ് പുനഃസ്ഥാപിച്ചു. അന്നമനട, കുളൂർ, പൊയ്യ പഞ്ചായത്തുകളിലേക്കുള്ള കുടിവെള്ള വിതരണമാണ് പുനഃസ്ഥാപിച്ചത്. നാലമ്പല തീർത്ഥാടനത്തിനായി ക്ഷേത്രങ്ങൾ ഒരുങ്ങി. നാലമ്പലങ്ങളിലേക്ക് കുറഞ്ഞ നിരക്കിൽ KSRTC സ്പെഷ്യൽ സർവീസുകൾ നടത്തുമെന്ന് CC മുകുന്ദൻ MLA. ഇരിങ്ങാലക്കുട ഠാണ ചന്തക്കുന്ന് ജംഗ്ഷൻ വികസനം പദ്ധതിയുടെ ഭാഗമായി ഏറ്റെടുത്ത സ്ഥലത്തെ കെട്ടിടങ്ങളും നിർമ്മാണങ്ങളും തിങ്കളാഴ്ച മുതൽ പൊളിച്ചുമാറ്റുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. തോന്നൂർക്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ആംബുലൻസ് സാമൂഹ്യ വിരുദ്ധർ കേടുവരുത്തി. ആംബുലൻസിന്റെ സെൻസർ വയറുകൾ വലിച്ചു പൊട്ടിച്ച നിലയിൽ കണ്ടെത്തി. തളിക്കുളത്ത് മയക്കുമരുന്നും കഞ്ചാവുമായി കുപ്രസിദ്ധ ഗുണ്ടയെ ലഹരിവിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു. മാള സ്വദേശി വിശാലാണ് പിടിയിലായത്. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ സംഘർഷം. മൂർച്ചയുള്ള ആയുധം കൊണ്ടുള്ള ആക്രമണത്തിൽ വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു. സംഭവവുമായി ബന്ധപ്പെട്ട് 9 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.